ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ യാത്രയല്ല കാണിക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റീലും റോഡുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് FX ആണ്, ഷിമാനോയുടെ 4000 റീല്. ഇതിൽ ബ്രൈഡുണ്ട്, അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 4000 ഇത് പണ്ടത്തെയാണ്. അനീച്ചാർ ഗിഫ്റ്റ് തന്ന. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു 100 മീറ്ററാണ്ട ബ്രൈഡ് ചെയ്തേക്കുന്നത്. ഏത് ബ്രൈഡാണ് കിടക്കുന്നത് ഓർക്കുന്നില്ല കേട്ടോ. കമ്പനി റെഡി ചെയ്തിട്ടുണ്ട്, മലേഷ്യ. ഷിമാനോ FX നല്ല രസമുണ്ട്. ട്രാഗിങ് ശബ്ദമൊക്കെ. അടുത്ത ഒരെണ്ണം എന്ന് പറയാൻ ലുക്കാനയുടെയാണ്. ലുക്കാനയുടെ റീലാണ്. ലുക്കാന 5000 ഇതാണ് ലുക്കാന 5000 റീൽ. റെന 2 ആണ്. അത് കുറച്ച് ഇനി സർവീസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ചെറിയ സ്മൂത്ത് കുറവാണ്. ലുക്കാന കമ്പനി ഇതാണ്ട് ഇവിടെ കാണിക്കാം. ലുക്കാന ഇതിൻ്റെ എത്ര മീറ്റർ കയറണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. (5+1) ആണ് വയറിങ് ഇതിൻ്റെ കമ്പനി. ലുക്കാന 5000. ഡ്രാഗിൻ്റെ ശബ്ദമൊക്കെ. ഇതിലിട്ടേക്കുന്ന ബ്രൈഡ് ഊലെന്ന് പറഞ്ഞ ഇതാ. 100 മീറ്ററാണ് ഇട്ടേക്കുന്നത്. ബ്രാവോടെ 8XM 100 മീറ്ററുണ്ട് ബ്രൈഡ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ടങ്കീസ് ഉപയോഗിക്കുന്നുണ്ട്. മോണോലെ ടങ്കീസ് ഉപയോഗിക്കുന്നു. ലുക്കാന 5000. ഈ 2 റീലുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ലുക്കാന 5000 ബ്രൈഡ്, ഈ കാണുന്നത് ബ്രാവോയുടെ ബ്രൈഡ് 100 മീറ്റർ. ഇത് സ്പൂളും കപ്പാസിറ്റി ഇനി ഉണ്ടെന്ന് തോന്നുന്നു. 200 മീറ്ററെങ്കിലും കയറും ഇതിൻ്റെ സ്പൂളിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ. ബ്രൈഡ് കയറാനുണ്ട്. ഞാൻ 100 ചുറ്റിയിട്ടുള്ളൂ. ഇതൊക്കെ മതി നമ്മുടെ ഇവിടെ ആവശ്യങ്ങൾ. പിന്നെ നല്ല ഇതാണ് ഷിമാനോ FX 4000. ഈ 2 റീലുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രോഗ് എന്ന് പറഞ്ഞത്. ഫ്രോഗ് നല്ല ടെയിലൊക്കെ ഉള്ള ഫ്രോഗാണ്. ബ്ലാക്കും ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് പോലെ. പിന്നെ അതിൽ ഈ ഫ്രോഗാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയൊരു ലൂർ ഉപയോഗിക്കുന്നുണ്ട്. കമ്പനി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, എന്തോ ചൈനയാണെന്ന് തോന്നുന്നു.
ചെറിയ ലൂറ്, ഈ ലൂറ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ മേടിച്ചതുള്ളൂ, ഇത് ഉപയോഗിച്ചിട്ടില്ല. 120 രൂപ അത്രേ ഉള്ളൂ ഇതിൻ്റെ റൂളിന് വില. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പോലെ തന്നെ ഇതിൻ്റെ അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും തട്ടാമെന്നുള്ളൊരു ഇതുണ്ട്. ചെറിയൊരു കാണോ ഇത്, ഈ ലോക്ക് അതിനുണ്ട്. ലുക്കാനയ്ക്കും ഉണ്ട്, ഷിമാനയ്ക്കും ഉണ്ട്. ഇതുണ്ട്, ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും കറങ്ങും ഇങ്ങോട്ടും കറങ്ങും. പിന്നെ ഈ ലോക്ക് അങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ടേ കറങ്ങുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന 2 റീലുകൾ. ഇനിയിപ്പം റോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷേക്സ്പിയറിൻ്റെ വൈൽഡ് കാറ്റ്. ബോട്ടം ഭാഗമൊക്കെ നല്ല രസമുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് കെ ഗൈഡാണ്. ഇതിൻ്റെ ബോട്ടം ഭാഗം കാണാൻ രസമുണ്ട്. ഇതാണ് നമ്മൾ റീൽ വെക്കുന്നത്, റീൽ സീറ്റ്. ബോട്ടം ഭാഗത്ത് ഒരു ഇതേ ഉള്ളൂ, ഒരു ഗൈഡേ വരുന്നുള്ളൂ. പിന്നെ ഹുക്കാണ്, ചൂണ്ട കൊളുത്താൻ വേണ്ടിയുള്ള ഹുക്ക്, അത് ഇവിടെ ബോട്ടം ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് പീസ് നോക്കുകയാണെങ്കിൽ മൊത്തം ഗൈഡുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ മൊത്തം 6 ഗൈഡുകൾ വരുന്നുണ്ട്. ഇതുപോലത്തെ ഗൈഡുകൾ. ടോപ്പ് പീസിൻ്റെ ഇത് കൂട്ടി ടോപ്പ് പീസ് ആണെങ്കിൽ 5 ഗൈഡും ബോട്ടം പീസിൽ ഒരു ഗൈഡും ആണ് വരുന്നത്. അങ്ങനെ മൊത്തം 6 ഗൈഡാണ്. 6 ഗൈഡ്. ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം, ചൂണ്ടിടാൻ പോകുന്നവർക്കൊക്കെ അറിയാം, നല്ല റോഡാണ്. തുടക്കക്കാർക്കും നല്ലതാണ്. നല്ല ഒരു ഏതായാലും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കുടിഞ്ഞു പോകും കേട്ടോ. ഇതെങ്ങനെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റീലെടുത്ത് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ റീൽ സീറ്റ് പതുക്കെ ഉള്ളോട്ട് കയറ്റും. അമിതമായിട്ട് മുറുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽ സീറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ നൂലെടുത്ത് ഇതിൻ്റെ അകത്തൂടെ എല്ലാം കയറ്റി, ഈ ഗൈഡിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങോട്ട് റീല് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടം ഭാഗം ഇരിക്കുന്ന ഈ ബോട്ടം ഭാഗം ഇതിൻ്റെ അകത്ത് ഈ ഹോളിൻ്റെ അകത്തൂടെ കയറ്റും. ഈ ബോട്ടം ഭാഗത്തിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ ഈ ഫ്രണ്ടിലുള്ള ഈ ടോപ്പ് പീസ് കയറ്റിയിടും. എന്നിട്ട് ഓരോ ഇതിൻ്റെ അകത്തൂടെ ബ്രൈഡ് കയറ്റിയിടും. ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യും. മീൻ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതിട്ട് ഇങ്ങനെ കറക്കും. ഇവിടെ രണ്ട് വിരലിവിടെ, 2 വിരലിവിടെ. ചിലവർ ഒരു വിരലേ വെക്കുള്ളൂ. ഇങ്ങനെ വെച്ച് കറക്കും. അപ്പോൾ നല്ല വലിയ മീനൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഡ്രാഗ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് മീനെ വലിച്ച് കയറ്റും. കാണിച്ചുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ വൈൽഡ് കാറ്റ്. ഇത് പിന്നെ ബ്രാവോയുടെ ജാഗ്വാർ, അടിപൊളി റോഡാണ്. ഞാൻ ഉപയോഗിക്കുന്നത് 3 എണ്ണമുണ്ട്. അത് പനയുടെ 3 റോ 3 എണ്ണം.
എല്ലാം അത് നൂലും ടങ്കീസെല്ലാം കെട്ടി വെച്ചേക്കുന്നതാണ്. ആവശ്യം വരുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകും, മീൻ പിടിക്കും. 3 പനക്കണ കൊണ്ടുവച്ചേക്കുക. 3 പനക്കണ ഇങ്ങനെ നമ്മളിവിടെ വെച്ചേക്കുക. അതിലൊക്കെ കുറേ മീൻ പിടിച്ചതാണ്. അത് യൂട്യൂബിൽ ഇടുന്നതാണ്. ഇതാണ് ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഞാൻ കാണിച്ചു തരാവേ. അത് ഈ സൈഡിൽ കാണിക്കാം. പിന്നെ ആ സാധനം ഉണ്ടാക്കുന്നത് ബാക്കി അത് ഉണ്ടാക്കാനുള്ളതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനത് ബാക്കി കാണിക്കാമേ. അതിന് വേണ്ടി വെച്ചിരിക്കുന്നത് ചൂണ്ടയിടാൻ വേണ്ടി ചെറിയൊരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി. ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഞാനിപ്പം ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാവേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും. ഇതൊക്കെ അതിൻ്റെ ഷാർപ്പാക്കി വെച്ചേക്കാം. ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മുടെ ഗമ്മ് വരുന്നത്, അതായത് നമ്മുടെ സിലിക്കോൺ ഗമ്മ്, അതിൻ്റെ ഇത് വെട്ടിമുറുക്കി ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വിരയൊക്കെ ഇടാൻ വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്പെടും. തുറന്ന് കാണിക്കാവേ. ഉണ്ടോ? അത്രേ ഉള്ളൂ. ഇതിങ്ങനെ അടപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് അവിടെ ജാമാം. പിന്നെ വരെ ഒന്നും ഇറങ്ങിപ്പോവുകയില്ല. മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. നൂലും ചൂണ്ടയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ആപ്പും സിവിലും ഒക്കെയാണ് ഇതൊക്കെ മീനിനെ പിടിക്കുന്നത്. മീൻ പിടിച്ചു കഴിഞ്ഞാൽ വട്ടം കറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളത്, വട്ടം കറങ്ങിയാലും കുരുക്ക് വീഴാതിരിക്കാൻ വേണ്ടി, നൂല് കുരുക്ക് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ. ഇത് പിന്നെ നമ്മൾ മാറ്റി ഫ്രോഗ് വേണേൽ കയറ്റിയിടാം, ടൂറ് വേണേൽ കയറ്റിയിടാം. ഇതൊക്കെ വേണ്ടിയാണ്. ഇത് ഈയക്കട്ടയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസുകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.